3 വർഷം മാത്രം പ്രായമുള്ള പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ച് PCC അധ്യക്ഷയായി വീണ്ടും ആന്ധ്ര രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ശർമിളയ്ക്ക് ഒരേ സമയം നേരിടേണ്ടി വരുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ. അതെ, 17 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ന്. അതിൽ ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ YS ശർമിള ഉൾപ്പെടെ 17 സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. YS രാജശേഖര റെഡ്ഡിയുടെ തട്ടകമായിരുന്ന കടപ്പയിൽ ഇത്തവണ മത്സരിക്കുക മകൾ ശർമിളയാണ്. കടപ്പയിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായാണിത്. 1989 മുതൽ 99 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് YSR ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ YS വിവേകാനന്ദ റെഡ്ഡിയും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. പിന്നീട് നിലവിലെ ആന്ധ്ര മുഖ്യമന്ത്രിയും ശർമിളയുടെ സഹോദരനുമായ ജഗൻമോഹന്റെ തട്ടകമായിരുന്നു കടപ്പ. 14 വർഷം മുൻപ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ശർമിളയെ സ്വീകരിച്ച കോൺഗ്രസ് അധ്യക്ഷ പദവി നൽകിയതിനു പിന്നിൽ കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുകയെന്ന തന്ത്രമാണ് പയറ്റുന്നത്. 14 വർഷം മുൻപ് 2010 അമ്മ YS വിജയലക്ഷ്മിക്കും സഹോദരനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിക്കുമൊപ്പം YS ശർമിള കോൺഗ്രസ് വിട്ടത്. 2009 YS രാജശേഖര റെഡ്ഡിയുടെ മരണശേഷം മകൻ ജഗൻ നടത്തിയ ഒരു യാത്രയായിരുന്നു ഇതിന്റെ തുടക്കം. യാത്ര കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതാണെന്ന ആരോപണത്തോടെ പാർട്ടിയുമായി കുടുംബം അകന്നു. 2010 കോൺഗ്രസ് വിട്ട് മൂവരും YSR കോൺഗ്രസ് രൂപവൽക്കരിച്ചു. ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജഗൻ ജയിലിലായി. പാർട്ടി കടിഞ്ഞാൻ ശർമിളയുടെ കയ്യിലും. 2012 ആന്ധ്ര മണ്ണിലൂടെ ശർമിള നടത്തിയ പദയാത്രയ്ക്കൊപ്പം പാർട്ടിയുടെയും വേരോട്ടമുണ്ടായി. 3112 കിലോമീറ്റർ ശർമിള നടന്നു തീർത്തപ്പോൾ നിലം പരിശായത് കോൺഗ്രസ് ആയിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് 70 സീറ്റ് നേടി. ഇതിനിടെ സംസ്ഥാന വിഭജനം നടന്നു. വിഭജനത്തെ എതിർത്തിരുന്ന YSR കോൺഗ്രസ് ജനമനസ്സേറിയപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ 175-ൽ 151 സീറ്റും നേടി അധികാരം പിടിച്ചു. വിഭജനത്തിന് മുൻകൈയെടുത്ത കോൺഗ്രസ് ആകട്ടെ സംപൂജ്യരുമായി. അധികാരത്തിൽ ജഗൻ എത്തിയതോടെ ഇരുവർക്കുമിടയിലുണ്ടായിരുന്ന അകൽച്ചയും കൂടി. മറ്റു ചില അസ്വാരസ്യങ്ങളും കൂടിയായതോടെ 2021 ശർമിള പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. രാജശേഖര റെഡ്ഡിയുടെ ജന്മദിനമായ ജൂലൈ 8 YSR തെലങ്കാനയുമായി ശർമിള എത്തി. ഒപ്പം വിജയലക്ഷ്മിയും. ജഗനോടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തെലങ്കാനയിലേക്ക് മാറിയ ശർമിള കോൺഗ്രസിൽ ലയിക്കാനും ശ്രമിച്ചു. PCC അധ്യക്ഷനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി എതിർത്തതോടെ അതും മുടങ്ങി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസിനെ പിന്തുണച്ചായിരുന്നു ശർമിളയുടെ മറുപടി. രേവന്തിലൂടെ കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചു. ആന്ധ്രയിലെത്തിയ ശർമിളയ്ക്കു പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. 2019 തെരഞ്ഞെടുപ്പിൽ 39.17% വോട്ടു നേടിയ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശവും 5.53% വോട്ടുള്ള പവൻ കല്യാണിന്റെ ജനസേനയും BJPയും അടങ്ങുന്ന NDA സഖ്യം ഒരു വശത്തും 49.95% വോട്ടു വീതമുള്ള YSR കോൺഗ്രസ് മറുവശത്തുമുണ്ട്. ഇവർക്കിടയിലൂടെ 1.17% വോട്ട് മാത്രമുള്ള കോൺഗ്രസിനെ വളർത്തുകയാണ് ശർമിളയുടെ ദൗത്യം. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.